ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ബെൻസൺ ബാബു കൂടി ചേരുന്നുണ്ട്. ബെൻസൺ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതീവ ദുഃഖകരമായ കാഴ്ച തന്നെയാണ് അവിടുന്ന് കാണാനുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ക്യാമ്പുകളിൽ ഇപ്പോഴും ക്യാമ്പുകളുടെ പ്രവർത്തനം സുഗമമായി നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് പിന്നിൽ ഇപ്പോൾ ഈ ക്യാമ്പുകളിലേക്കുള്ള ഭക്ഷണം, വെള്ളമടക്കമുള്ളവ മിലിറ്ററിയുടെ സഹായത്തോടെ ഇവിടേക്ക് എത്തിക്കുന്നതാണ്. അത് ഇവിടെ നിന്നും സന്നദ്ധ സേനാ പ്രവർത്തകരുടെ, നിരവധി യുവജന സംഘടനകളുടെ വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഈ മിലിറ്ററിയുടെ സേവനം അല്ലെങ്കിൽ മിലിറ്ററിയുടെ ആളുകൾ എത്തിച്ചിട്ടുള്ള ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ക്യാമ്പിലേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള കുട്ടികൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട്. അവർക്ക് അവരുടെ മാനസികാവസ്ഥകളെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ്റെ ആളുകളടക്കം ഇവിടെ എത്തിച്ചേരുകയും ഈ കുട്ടികളുമായി നേരിട്ട് സംവദിക്കുകയും ചെയ്യുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സന്നദ്ധ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇവിടെ ഇത്തരത്തിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധിയായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മൊബൈൽ ഫോണുകൾ അടക്കം നഷ്ടപ്പെട്ട നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ വിവിധ സന്നദ്ധ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ അവർക്ക് മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ സിം കാർഡുകളും അടക്കം നൽകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ ക്യാമ്പുകളിലും ഓരോ സേനാംഗങ്ങൾ അല്ലെങ്കിൽ സന്നദ്ധ സേനാ പ്രവർത്തകർ അവരാലാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടത്തുന്നത് കാണാം. ചേട്ടാ, ഇപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോണുകളും സിമ്മുകളും അടക്കം ഈ ക്യാമ്പിലുള്ളവർക്ക് നൽകുന്നത്? ഞങ്ങൾ മലപ്പുറം വണ്ടൂർ ഒരു 10ഓളം വരുന്നൊരു സുഹൃത്ത് കൂട്ടായ്മയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം, ഇവിടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ വന്നപ്പോൾ ഇങ്ങനെ ഒരു അടുത്തുള്ള അവരെ ബന്ധുക്കളെ ഒന്നും കമ്മ്യൂണിക്കേഷൻ വരെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇത് ഞങ്ങളെ നാട്ടിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ അറിയിക്കുകയും ഇതിനുള്ള 400ഓളം ഫോണുകൾ വാങ്ങാനുള്ളൊരു ഫണ്ട് സ്വരൂപിക്കുകയാണ് നമ്മളുണ്ടായത്. ഈ ക്യാമ്പ് ഇപ്പോൾ ഏകദേശം ഒരു 50ഓളം സിമ്മിൻ്റെ ആക്ടിവേഷൻ ഇപ്പോൾ കഴിഞ്ഞ് ഇനി നമ്മൾ മറ്റുള്ള ക്യാമ്പുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനാണ് മറ്റുള്ള ക്യാമ്പുകൾക്ക് കൂടി എത്തിക്കാനാണ് നമ്മളൊരു ലക്ഷ്യം വെക്കുന്നത്. 50ഓളം മൊബൈൽ ഫോണുകൾ നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി ആക്റ്റീവായി കഴിഞ്ഞു. ഇപ്പോൾ ആധാർ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആധാർ അടുത്തുള്ള അവരുടെ ബന്ധപ്പെട്ട ആളുകളോ നാട്ടുകാരെല്ലാ ആളുകളായിട്ട് ആ ആധാറിലാണ് ഇപ്പോൾ തൽക്കാലം അവർ ആക്ടിവേഷൻ ചെയ്യുന്നത്. പിന്നെ അത് മാറ്റാം നല്ലൊരു സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ കൂടുതൽ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ ഇവിടെ കുറേ ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പരമാവധി ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ്? പരമാവധി കൊടുക്കും. ഇത് ഞങ്ങൾ ഇനി അത് ആവശ്യം വരികയാണെങ്കിൽ നാളുകളിൽ ഇത് തുടരും. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു സുഹൃത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ ക്യാമ്പുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് അവരുടെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള മൊബൈൽ ഫോണുകൾ, സിം കാർഡുകളടക്കം നൽകുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ രീതിയിൽ ഓരോ മേഖലയിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും നിരവധി ആളുകൾ അവരാലാകുന്ന തരത്തിലെല്ലാം ഈ ക്യാമ്പുകളിലും അതുപോലെ തന്നെ ഈ അപകട മേഖലയിലും സഹായഹസ്തവുമായി എത്തുന്ന കാഴ്ച നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ ഇവിടേക്ക് ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഒരു ഭാഗത്ത് നിന്ന് ഇറക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളടക്കമുള്ളവ ഓരോ മേഖലയിൽ നിന്നും ഇവിടേക്ക് എത്തിച്ച് അത് വിവിധ സന്നദ്ധ സേന യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ക്യാമ്പിലേക്ക് എത്തിക്കുന്ന കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ നിരവധി ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ക്യാമ്പിലെ നിരവധി ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പോഴും ആ ഒരു അപകടത്തിൻ്റെ ഭീതിയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും മാനസികമായി തളർന്നിരിക്കുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അവർക്ക് പരിചരണത്തിനും അവർക്ക് സഹായത്തിനുമായി പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൗൺസിലിംഗ് സംവിധാനം, അതുപോലെ തന്നെ അവർക്ക് അടിയന്തര സാഹചര്യത്തിൽ നൽകേണ്ട ചികിത്സാ സഹായം, അങ്ങനെ എല്ലാ തരത്തിലും ഈ ഒരു അപകടത്തിൻ്റെ ഒരു വ്യാപ്തിയിൽ അല്ലെങ്കിൽ ആഴത്തിൽ മുഴുകി നിൽക്കുന്ന ഈ കുടുംബങ്ങൾക്ക്, ആളുകൾക്ക് അവരെ പരമാവധി ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പുകളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കുട്ടികളുടെ കാര്യം. നമുക്കറിയാം, ഈ ക്യാമ്പുകളിൽ 100 കണക്കിന് കുട്ടികളിൽ വിവിധ ഇടങ്ങളിലെ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്.